ഇന്ന് ആദ്യമായിട്ട് ഈ ക്ലാസ്സിനകത്ത് കയറുന്ന ആൾക്കാരുണ്ടോ? ഫസ്റ്റ് ടൈം ക്ലാസ്സിനുള്ളിൽ കയറുന്ന ആൾക്കാരുണ്ടോ? ഇരിക്കുന്ന ആൾക്കാരെല്ലാം ഉണ്ടോ? ഇല്ല, എല്ലാവരും യൂഷ്വലി കയറുന്ന ആൾക്കാർ തന്നെയാണ്. ശരി, അപ്പോൾ അതിനാണ് നമുക്ക് തുടങ്ങാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഇന്ന് ഏത് പഠിപ്പിക്കുമെന്നാണ് പറഞ്ഞു നിർത്തിയത്? ഏതൊട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞത്? ഏത് പോർഷൻ തൊട്ട് തുടങ്ങുമെന്നാണ് പറഞ്ഞിരുന്നത്? പറഞ്ഞോ. വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ബേസിക് എക്കോളജി, എക്കോളജിയുടെ പ്രൊഡക്ടിവിറ്റി, എക്കോസിസ്റ്റം കമ്പോണൻസ്, അതിനകത്തുള്ള ഡിഫറെൻറ്റ് പ്രൊഡ്യൂസേഴ്സ്, അവരുടെ ഡിഫറെൻറ്റ് ടെർമിനോളജീസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയത്. പിന്നെ ഏത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങുമെന്ന് പറഞ്ഞത്? പ്ലാൻ കിങ്ഡം പറഞ്ഞിട്ട് ആയിരിക്കും തുടങ്ങുമെന്ന് പറഞ്ഞത്, ഓർമ്മയുണ്ടായിരുന്നു? പ്ലാൻ കിങ്ഡം, റിമെമ്പർ? പ്ലാൻ കിങ്ഡം ആയിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളത് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ. എന്താണ് ഞാൻ ഈ പ്ലാൻ കിങ്ഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇതിനകത്ത് പഠിക്കാൻ പോകുന്നത് പ്ലാൻ കിങ്ഡത്തിനകത്ത് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അല്ലെങ്കിൽ പ്ലാന്റ് ലൈക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആൾക്കാരെയാണ് നമ്മൾ പ്ലാൻ കിങ്ഡത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്യൂർലി ബേസ്ഡ് ഓൺ NCERT ആണ് ഈ ഒരു ഡിസ്കഷനെ. ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന ഡിസ്കഷൻ +2 ബയോളജി, ഇൻട്രൊഡക്ഷൻ ടു ലിവിങ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂണിറ്റ് ഉണ്ട്. 4 ചാപ്റ്റേഴ്സ് ആണ് അതിനകത്തുള്ളത്. ആ 4 ചാപ്റ്റേഴ്സിന്റെ ഡിസ്കഷനാണ് ഈ നടത്തുന്നത്. കാര്യം നമ്മുടെ എൻ്റെ എക്കോളജിയുടെ ബേസിക്സ് ആയ NCERT ആണ്. അപ്പൊ അതിനകത്തുനിന്ന് യൂഷ്വലി ക്വസ്റ്റ്യൻസ് കാണാറില്ല. ഈ പറഞ്ഞ പോലെ മാസൂപ്പിയൽസിനെ പറ്റി കഴിഞ്ഞ വർഷം ചോദിച്ചു, അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ റാറ്റ്സിനെ പറ്റി ചോദിച്ചു, സ്ക്യൂറലിനെ പറ്റി ചോദിച്ചു. അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് ഈ ഒരു പോർഷനിൽ നിന്നാണ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ NCERT ബേസ് ചെയ്തിട്ട് എക്കോളജി തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്, എൻവയോൺമെന്റ് തുടങ്ങാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. അപ്പോൾ പരമാവധി ലെക്ചർ നോട്ട് എഴുതി പോവുക. എഴുതി പോകുമ്പോഴത്തേക്ക് ലൈക്ക് കുറേ പുതിയ കണ്ടന്റ് കിട്ടി പോകും. അപ്പോൾ അതെല്ലാം നോട്ട് ഡൗൺ ചെയ്ത് പോകണം. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പ്ലാൻ കിങ്ഡത്തിനകത്ത് NCERT ബേസ് ചെയ്ത് പറയുമ്പോഴത്തേക്ക് ഞാൻ ബേസിക്കലി കുറേ ഇമേജസിൽ കൂടെ കുറേ കഥ പറഞ്ഞു തരും. കുറേ ഇമേജസ് ഇങ്ങനെ എടുത്ത് ഡിസ്കസ് ചെയ്യും. ആ ഇമേജസിനകത്ത് നമുക്ക് വേണ്ടതും വേണ്ടാതായിട്ടുള്ള കാര്യങ്ങളൊക്കെ മീൻസ് വേണ്ട കാര്യങ്ങളുണ്ടാവും, ഒത്തിരി ഡെപ്തിലുള്ള കാര്യങ്ങളുണ്ടാവും. എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർ ചോദിച്ചാൽ മതി. ഇപ്പൊ പ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്ക്, ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലേക്ക് പല രീതിയിലുള്ള പിക്ചേഴ്സ് വരും, അല്ലേ? ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലീഫ് ഉണ്ടാവും. ഓക്കെ, ഒരു സെക്കൻഡ്, ഓഡിബിൾ ആണോ വോയിസ്? മാർക്ക് ചെയ്തത് വരുന്നില്ലല്ലോ, ഒരു സെക്കൻഡ്. ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ആക്കിയിട്ട് ഒന്നുകൂടെ ഷെയർ ചെയ്യാവേ. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒന്ന് ഷെയർ ചെയ്യാം. റൈറ്റിംഗ് വരുന്നില്ല. ഓക്കെ, ഒരു സെക്കൻഡ്, ഇപ്പോൾ വരും. ഓക്കെ, കാണുന്നില്ലേ എല്ലാവർക്കും? ശരി. അപ്പൊ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ കുറെ പിക്ചേഴ്സ് ഉണ്ട്. എന്താണ് ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്? ഇപ്പൊ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ലീവ്സ് ഉണ്ടാവും, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടാവും. ആ ഒരു രീതിയിലാണ് നമ്മുടെ മനസ്സിൽ ഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു ഇമേജസ് നമ്മുടെ മനസ്സിനകത്തുള്ളത്. ആ ഒരു ഐഡിയ നല്ലത് തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ ഗ്രീൻ പ്ലാന്റ്സിനകത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രോപ്പർട്ടീസിലുള്ള ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ ഞാൻ ജസ്റ്റ് മാംഗോ ട്രീ എടുത്ത് കാണിച്ചു തന്നേക്കുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റ് എന്ന രീതിയിൽ ഞാൻ മാംഗോ ട്രീ കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ മാംഗോ ട്രീ അല്ലാണ്ട് ഒത്തിരി ടൈപ്പ് ഓഫ്, അല്ലെങ്കിൽ മാംഗോ ഈ ഒരു എസ്റ്റാബ്ലിഷ്ഡ് പ്ലാൻ ക്യാരക്ടറിസസ് അല്ലാണ്ട് പല രീതിയിലുള്ള പ്ലാന്റ്സ് ഒത്തിരി ഉണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മാംഗോ ട്രീയുടെ കേസ് പറഞ്ഞ ഒരു ടേം ഞാൻ പറഞ്ഞുതരാവേ. ഈ മാംഗോ ട്രീ പോലുള്ള ട്രീസിനെ പൊതുവായിട്ട് വിളിക്കുന്ന ഒരു ടേമാണ് ആൻജിയോസ്പേം. ആൻജിയോസ്പേം ജസ്റ്റ് ടേം ഒന്ന് പറഞ്ഞു വെച്ചിരുന്നാൽ മതി. ആൻജിയോസ്പേം എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ടെക്നിക്കാലിറ്റി ഉണ്ട്. അതെന്താണെന്നുള്ളത് ഒന്ന് ഒരു കാര്യം ചെയ്താൽ മതി, കമന്റ് ചെയ്താൽ മതി. എന്താണെന്നുള്ളത്, ആൻജിയോസ്പേം എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്? പ്ലാന്റ്സിൽ തന്നെയുള്ള അത്യാവശ്യം ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പ്ലാന്റ്സിനെയാണ് ആൻജിയോസ്പേം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ആൻജിയോസ്പേം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് ഒന്ന് കമന്റ് ചെയ്താൽ മതി. ആൻസർ അടുത്ത ദിവസം പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ കുറച്ച് ബയോളജി ആയി പോകും. നമുക്ക് വീണ്ടും ഞാൻ ശ്രദ്ധിക്കുക, ബയോളജി അല്ല,
എക്കോളജിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ എക്കോളജിക്കായിരിക്കും കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ എഴുതിയെടുക്കാൻ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ എഴുതിയെടുത്തോണേ. അപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഓക്കെ, ആരൊക്കെയോ വീണ്ടും വീണ്ടും വരികയാണ്. ഞാൻ ഇനി ആരും അഡ്മിറ്റ് ചെയ്യൂല. ഞാൻ പറഞ്ഞായിരുന്നു 5 മിനിറ്റിനുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞാൽ അഡ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ആരും അഡ്മിറ്റ് ചെയ്യണ്ട, മുന്നോട്ട് പോവാം. ശരി, ഞാൻ ബാക്കി കാണിക്കുന്നില്ല, ഇത്രേ കാണിക്കുന്നുള്ളൂ. ആർക്കെങ്കിലും പറയാമോ ഇത് എന്താന്നുള്ളത്? ഈ കാണുന്നത് എന്താന്നുള്ളത് എനി ഐഡിയ? കമന്റ് ചെയ്യാവോ ആർക്കെങ്കിലും? അസോള എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൽഗ ആണെന്ന് പറയുന്നുണ്ട്. വേറെ ഫ്രൂട്ട് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ആൽഗ ആണോ? ഓക്കെ, നമുക്ക് നോക്കാം ആൽഗ ആണെന്നുള്ളത് നോക്കാം. ആൽഗ അല്ല, ദിസ് ഇസ് ആക്ച്വലി വോൾഫിയ. വോൾഫിയ ഈസ് എ ഗ്രീൻ പ്ലാന്റ്. വോൾഫിയ ഈസ് എ ഗ്രീൻ പ്ലാന്റ്. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഈ ടേം വോൾഫിയ എന്ന് കേൾക്കുമ്പോഴത്തേക്ക് അതൊരു പ്ലാന്റ് ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. ആൽഗ അല്ല, ഫംഗസ് അല്ല, ആസോള അല്ല, ഒന്നുമല്ല. ഇതൊരു പ്ലാന്റ് ആണെന്ന് പഠിച്ചു വെച്ചാൽ മതി. മനസ്സിലായോ? ഈസ് എ പ്ലാന്റ്. ക്ലിയർ. ഇനി ഇത് ഫോട്ടോട്രോഫിക് ആണോ? ഫോട്ടോട്രോഫിക് ആണോ എന്റെ ക്വസ്റ്റ്യൻ? ഫോട്ടോട്രോഫിക് ആണോ? എന്താ നിങ്ങൾ ഉത്തരം? യെസ്, പ്രവീൺ പറഞ്ഞിരിക്കുന്നത് യെസ് എന്നാണ്. രേവതി യെസ് എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവരും യെസ് എന്നാണ് പറയുന്നത്. ഫോട്ടോട്രോഫിക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഫോട്ടോട്രോഫിക് ആണ്? സോറി, ഫോട്ടോട്രോഫിക്, ഞാൻ ക്വസ്റ്റ്യൻ എന്ന് ചോദിക്കാൻ ഉദ്ദേശിച്ചത് ഓട്ടോട്രോഫിക് ആയിരുന്നോ എന്നുള്ളതാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. ഓട്ടോട്രോഫിക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ടൈപ്പ് ഓട്ടോട്രോഫിക് ആയിരിക്കും? എന്ത് ടൈപ്പ് ഓട്ടോട്രോഫിക് ആയിരിക്കും? ഈ പിക്ചർ നോക്കിയിട്ട് പറയും. പിക്ചർ നോക്കിയിട്ട് പറയും. ഓട്ടോട്രോഫിക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ടൈപ്പ് ഓട്ടോട്രോഫിനെ പഠിച്ചു. യെസ്, എക്സാക്ട്ലി. ഇതൊരു ഫോട്ടോ ഓട്ടോട്രോഫ് ആണ്. എല്ലാവർക്കും റിക്ലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഫോട്ടോ ഓട്ടോട്രോഫ് ആണ്. ഫോട്ടോ ഓട്ടോട്രോഫ് എന്ന് പറയുമ്പോഴത്തേക്ക് സൺലൈറ്റിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റുന്നത്, പൊട്ടൻഷ്യൽ എനർജിയാക്കി മാറ്റുന്നതിനെയാണ് ഫോട്ടോ ഓട്ടോട്രോഫ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഓട്ടോട്രോഫ് ഏതാടാ? എല്ലാവരും ഒന്ന് പറഞ്ഞേ, അടുത്ത ഓട്ടോട്രോഫ് ഏതാന്നുള്ളത്? കീമോ ഓട്ടോട്രോഫ്സ്. എക്സാക്ട്ലി, കീമോ ഓട്ടോട്രോഫ്സ് നോർമലി ആരെന്നാ പറഞ്ഞു തന്നത്? കീമോ ഓട്ടോട്രോഫ്സ് നോർമലി ഈസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നതാണ്. നോർമലി ബാക്ടീരിയ, ഫംഗൈ പോലുള്ള ആൾക്കാരൊക്കെയാണ് കീമോ ഓട്ടോട്രോഫ്സ് ആയിട്ട് വരുന്നത്. ഫംഗസ് യൂഷ്വലി വരാറില്ല. ബാക്ടീരിയ പോലുള്ള ആൾക്കാർ കീമോ ഓട്ടോട്രോഫ്സ് ആണ്. സൾഫർ ബാക്ടീരിയ വരാം. ഓക്കെ, ഗ്രേറ്റ്. അപ്പൊ എൻ്റെ ഒരു അഡീഷണൽ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനെ ഫോട്ടോ ഓട്ടോട്രോഫ് നിങ്ങൾ വിളിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ഫോട്ടോ ഓട്ടോട്രോഫ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത്? എന്ത് ക്രൈറ്റീരിയ ബേസിസിലാണ് നിങ്ങൾ ഇതിനെ ഫോട്ടോ ഓട്ടോട്രോഫ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തത്? ഗ്രീൻ കളർ. ഗ്രേറ്റ്, എല്ലാവർക്കും ബേസ് ഉണ്ട്, ഗ്രീൻ കളർ ഉണ്ട്. ആ ഗ്രീൻ കളർ ഉള്ളതിന്റെ എന്തുകൊണ്ടാണ് ഗ്രീൻ കളർ ഉള്ളത്? അതാണ് അടുത്ത ചോദ്യം. നമുക്ക് ഇങ്ങനെ ബേസ് ക്ലിയർ ആക്കി പോകണം. എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ഫോട്ടോ ഓട്ടോട്രോഫ് ആണെന്ന് പറഞ്ഞു? ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻ ആയിട്ട് അഡ്രസ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞു ഫോട്ടോ ഓട്ടോട്രോഫ് ആണ്. ഫോട്ടോട്രോഫ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഫോട്ടോട്രോഫ് ആവാൻ കാരണം നിങ്ങൾ പറഞ്ഞു ഗ്രീൻ കളറാന്ന് പറഞ്ഞു. ഗ്രീൻ കളറിന് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് കുറച്ചുപേര് പറയുന്നുണ്ട് ക്ലോറോഫില്ല എന്ന് പറയുന്നുണ്ട്. സോ എൻ്റെ ഒരാള് നോക്കിയപ്പോഴത്തേക്ക് ക്ലോറോപ്ലാസ്റ്റ് എന്നും പറയുന്നുണ്ട്. ക്ലോറോപ്ലാസ്റ്റ്. ഇതിനകത്ത് ഏതാണ് ശരി? ക്ലോറോഫിൽ ആണോ ക്ലോറോപ്ലാസ്റ്റ് ആണോ? ക്ലോറോഫിൽ ആണോ ക്ലോറോപ്ലാസ്റ്റ് ആണോ ശരി? അല്ലെങ്കിൽ രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ക്ലോറോഫില്ല് പിഗ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. വേറെ ക്ലോറോഫില്ല് പിഗ്മെന്റ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ക്ലോറോപ്ലാസ്റ്റ് ആണ് ആ സ്ട്രക്ചർ. ഓക്കെ ഓക്കെ. ക്ലോറോപ്ലാസ്റ്റ് ഓർഗൻ അല്ലേ, സ്നേഹം പറയുന്നുണ്ട്. ശരി, അപ്പൊ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ പ്ലാന്റ് സെൽ എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിനകത്ത് ഒരു DNA ഉണ്ട്. അതൊക്കെ വിട്ടേക്ക്, വേറെ കുറെ ആൾക്കാരുണ്ട്. സോറി, പ്ലാന്റ് സെല്ലിന്റെ ഷേപ്പ് സർക്കിൾ അല്ല, പ്ലാന്റ് സെല്ലിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പ്ലാന്റ് സെല്ല് എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ് സെല്ലിനകത്ത് ഒരു ന്യൂക്ലിയസ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ അവിടെ വിട്ടേക്കുക. ബാക്കി എല്ലാ ക്യാരക്ടേഴ്സും അനിമൽ സെല്ലുമായിട്ടൊക്കെ ഏകദേശം ഒരുപോലെയാണ്. പക്ഷേ പ്ലാന്റ് സെല്ലിൽ എക്സ്ട്രാ കാണുന്ന കുറച്ച് ആൾക്കാർ
കമ്പോണന്റ് ഉണ്ട്. ആ കമ്പോണന്റിന്റെ പേരാണ്, ഒരു സെക്കൻഡ് എഴുതുന്നത് ക്ലിയർ ആവുന്നില്ല എന്ന് തോന്നുന്നു. യെസ്, ക്ലിയർ ആവുന്നുണ്ട്. പ്ലാന്റ് സെല്ലിനകത്ത് കാണുന്ന ഒരു ഓർഗൻ അല്ലേ, ഓർഗൻ അല്ലേ എന്ന് ഡൗട്ട് വരും. ഓർഗൻ എന്ന് പഠിച്ചാലും മതി. പ്ലാന്റ് സെല്ലിനകത്ത് കാണുന്ന, അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിനകത്ത് മാത്രം കാണുന്ന ഒരു ഓർഗനാണ് പ്ലാസ്റ്റിഡ്സ് എന്ന് വിളിക്കുന്നത്. പ്ലാസ്റ്റിഡുകൾ എന്ന് വിളിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർഗൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്ലാസ്റ്റിഡിനകത്ത് വരുന്ന ഒരു ടൈപ്പ് ഓർഗനാണ് ക്ലോറോപ്ലാസ്റ്റ്. സെല്ലിനകത്ത് കാണുന്ന, പ്ലാന്റ് സെല്ലിനകത്ത് കാണുന്ന ഒരു ഓർഗനലാണ്, ഒരു സെൽ സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ്. ഈ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഓർഗനലിനകത്ത് കാണുന്ന പിഗ്മെന്റ് ആണ് ക്ലോറോഫിൽ. ക്ലോറോപ്ലാസ്റ്റ് പോലെ ഡിഫറെന്റ് പ്ലാസ്റ്റുകളുണ്ട്. അതേപോലെ ക്ലോറോഫിൽ പോലെ ഡിഫറെന്റ് പിഗ്മെന്റുകളുണ്ട്. അതുകൊണ്ടാണ് ചില ചെടികൾക്ക് പച്ച നിറം, ഓറഞ്ച് നിറം, ഇലകൾക്കൊക്കെ നീല നിറം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മജന്ത, വയലറ്റ് കളർ, ഇങ്ങനെയുള്ള പല പല കളേഴ്സ് കിട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഡിഫറെന്റ് പ്ലാസ്റ്റിഡുകളുണ്ട്. ഈ പ്ലാസ്റ്റിഡുകൾ അനുസരിച്ചിട്ട് ഇതിന്റെ കളർ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ കളർ കിട്ടാൻ കാരണം ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓർഗനലാണ്. അതിനകത്ത് കാണുന്ന ക്ലോറോഫിൽ എന്ന് പറയുന്ന പിഗ്മെന്റ് ആണ് അതിന് ഗ്രീൻ കളർ കൊടുക്കുന്നത്. പിന്നെ ഇതിനകത്ത് എങ്ങനെ ഫോട്ടോസിന്തസിസ് നടക്കുന്നു എന്നുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ല. ദാറ്റ് ഈസ് ടു മച്ച് ടെക്നിക്കൽ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് പ്ലാന്റ് സെല്ലിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അനിമൽ സെല്ലും പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസമാണ് ഈ പ്ലാസ്റ്റിഡുകൾ എന്ന് പറയുന്നത്. മനസ്സിലായോ? അനിമൽ സെല്ലിനകത്ത് പ്ലാസ്റ്റിഡ് ഇല്ല, പക്ഷെ പ്ലാന്റ് സെല്ലിനകത്ത് പ്ലാസ്റ്റിഡ് ഉണ്ട്. ഗ്രേറ്റ്, മനസ്സിലായോ? എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് നിങ്ങൾ ഈ വോൾഫിയനകത്ത് ബേസിസ് എടുത്ത് പറഞ്ഞ് ഗ്രീൻ കളറൊക്കെ ഉണ്ടാവാൻ കാരണം ഇതുകൊണ്ടാന്ന് പറഞ്ഞത്. ഇത്രയും മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ എന്റെ ചോദ്യം ഈ ക്ലോറോഫില്ലും ക്ലോറോപ്ലാസ്റ്റും ഒക്കെ ഉള്ളത് ഗ്രീൻ പ്ലാന്റ്സിൽ മാത്രമാണോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഗ്രീൻ പ്ലാന്റ്സിൽ മാത്രമാണോ ക്ലോറോപ്ലാസ്റ്റ് കാണുന്നത്, അല്ലെങ്കിൽ ക്ലോറോഫില്ല് കാണുന്നത്? ക്ലോറോഫിൽ ഓൺലി ഇൻ ഗ്രീൻ പ്ലാന്റ്സ്. ഇതാണ് എന്റെ ചോദ്യം. അല്ല കുറെ പേര് പറഞ്ഞു അല്ല എന്നുള്ളത് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഇത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഓട്ടോട്രോഫ്സ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെ കയ്യിലും ഈ ക്ലോറോഫില്ല് കാണാം. ഫോട്ടോ ഓട്ടോട്രോഫ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിലൊക്കെ ഈ ക്ലോറോഫില്ല് കാണും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഫോട്ടോ ഓട്ടോട്രോഫ് ഉള്ളത്, ആർക്കൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സ് ആ ഫാമിലിയിൽ ഒരാൾ മാത്രമാണ്. ആരൊക്കെ വരാം? ആൽഗെ എന്ന് പറയുന്ന ഒരാൾ വരാം. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്ന് പറയുന്ന വേറൊരാൾ വരാം. ബ്ലൂ ഗ്രീൻ ആൽഗെ അല്ലെങ്കിൽ സിയാനോ ബാക്ടീരിയ എന്ന് വിളിക്കാം. സിയാനോ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരാൾ വരാം. ഫൈറ്റോ പ്ലാങ്ടൻസ് എന്ന് വിളിക്കുന്ന ഒരാൾ വരാം. ഉറപ്പാണ്. ഫൈറ്റോ പ്ലാന്റൻസ് വരെ. ഫൈറ്റോ പ്ലാന്റ്സ് എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പഠിക്കാം. ഫൈറ്റോ പ്ലാന്റൻസ് വരാം. ഡയാറ്റംസ് എന്ന് പറയുന്ന അടുത്ത ആൾ വരാം. ഡൈനോഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്ന അടുത്ത ആൾ വരാം. ഇവരൊക്കെ റെസ്പോൺസിബിൾ ആണ്. ഇത്രയും ആൾക്കാരുടെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരുടെയൊക്കെ പേരൊന്ന് പഠിച്ചു വെച്ചേക്കാം. ആൽഗെ വരാം, ബ്ലൂ ഗ്രീൻ ആൽഗെ വരാം. ഈ ആൽഗയും ബ്ലൂ ഗ്രീൻ ആൽഗയും ഒന്നാണോ ഡിഫറെന്റ് ആണോ? സെയിം ആണോ ഡിഫറെന്റ് ആണോ? ആൽഗയും ബ്ലൂ ഗ്രീൻ ആൽഗയും സെയിം അല്ല, ഡിഫറെന്റ് ആണ്. ദേ ആർ ഡിഫറെന്റ്. ആൽഗെ എന്ന് പറയുന്നത് ആൽഗെ. ബ്ലൂ ഗ്രീൻ ആൽഗെ ആ പേരിൽ മാത്രമേ ആൽഗെ എന്നുള്ളൂ, പക്ഷെ അത് ശരിക്കും അവരൊരു ബാക്ടീരിയ ആണ്. നമുക്ക് പഠിക്കാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഫൈറ്റോ പ്ലാന്റൻസ് എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസംസ് ആണ്. ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം. ഫൈറ്റോ പ്ലാന്റൻസ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ് ലൈക്ക് ഓർഗാനിസം. ഡയാറ്റംസും ഡൈനോഫ്ലജല്ലേറ്റ്സും നമുക്ക് പഠിക്കാൻ എന്താന്നുള്ളത് എഴുതിയെടുത്തോ. ഓക്കെ അല്ലേ? ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള അടുത്ത ഹോംവർക്ക്, ഈ എല്ലാ ആൾക്കാരിലും കാണുന്നത്, ആൽഗയിലും ബാക്ടീരിയയിലും ഡയാറ്റംസിലും ഡൈനോഫ്ലജല്ലേറ്റ്സിലൊക്കെ കാണുന്നത്, ലാസ്റ്റ് വൺ ഡൈനോഫ്ലജല്ലേറ്റ്. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് വരും, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വീണ്ടും വരും. ശരി, എന്റെ ചോദ്യം, ഗ്രീൻ പ്ലാന്റ്സിനുള്ളില് ഞാൻ പറഞ്ഞു ക്ലോറോപ്ലാസ്റ്റ് ഉണ്ട്. എന്റെ ചോദ്യം, ഈ പറയുന്ന എല്ലാ ആൾക്കാരിലും ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആണോ?
അതേ ക്ലോറോഫില്ലാണോ പ്രസന്റ് ആയിട്ടുള്ളത്? അതാണ് ചോദ്യം. ക്ലോറോപ്ലാസ്റ്റ് ആണോ ക്ലോറോഫില്ലാണോ? കമന്റ് ചെയ്താൽ മതി. ഉത്തരം ടൈപ്പ് ചെയ്തിടോ. വർഷ നമ്മൾ കൃത്യമായിട്ട് ഇടുന്നുണ്ട്. റിവൈസ് ചെയ്യുമ്പോൾ ഇടുന്നതാണോ? ഓക്കെ, ശരി. വേറെയും കുറെ ആൾക്കാർ ഇടുന്നുണ്ട്. അപ്പോൾ ക്ലോറോപ്ലാസ്റ്റ് ആണോ ക്ലോറോഫില്ലാണോ? എസ്പെഷ്യലി ബാക്ടീരിയ പോലുള്ള ഓർഗാനിസത്തിൽ കാണുന്നത് ക്ലോറോഫില്ലാണോ ക്ലോറോപ്ലാസ്റ്റ് ആണോ? എന്താണ് അതിന്റെ ഡിഫറൻസ്, അല്ലെങ്കിൽ എന്താണ് അതിന്റെ ലോജിക്ക് എന്നുള്ളതൊന്ന് കമന്റ് ചെയ്ത് തരണം. ഓക്കെ അല്ലേ? സ്വാതി ജനാർദ്ദനം പുതിയ ആളാണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഓക്കെ, ഓൺലൈനായിട്ട് ആദ്യമായിട്ട് വന്നതാണോ? ഓൺലൈനിൽ ലൈവായിട്ട് അറ്റൻഡ് ചെയ്യുന്നത്? ഓക്കെ, ശരി. അപ്പം ആ ഒരു കാര്യം അവിടെ നിൽക്കട്ടെ. ശരി, അപ്പം ഇനി നമുക്കിനി പഠിക്കേണ്ടത് ഈ എഴുതി വെച്ചേക്കുന്ന ആൾക്കാരില്ലേ, ആൽഗെ, ബ്ലൂ ഗ്രീൻ ആൽഗെ, ഫൈറ്റോപ്ലാങ്ടൺസ്, ഡയാറ്റംസ്, ടൈനോഫ്ലജല്ലേറ്റ്സ്, ഇത്രയും ആൾക്കാരെ പറ്റി പഠിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു ഏരിയ കവറായി കിട്ടും. അത് അപ്പം തന്നെ കുറെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന കുറെ കാര്യങ്ങൾ കിട്ടും. ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം, ഈ ഒരു പോർഷൻസ് ചെയ്യുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട്. ക്ലിയർ? മൂവിങ് ഓൺ, നമ്മൾ അടുത്ത പോകാനായിട്ട് പോകുന്നത് പ്ലാൻ കിങ്ഡത്തിനകത്ത് ആൽഗയാണ്. സോ നിങ്ങൾക്ക് ഹെഡിങ് എഴുതാം, ആൽഗെ. റൈറ്റ് ഓൺ ദി ഹെഡിങ്, ആൽഗെ. ആൽഗെ കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടിട്ടുണ്ട്? ആൽഗെ കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെ കണ്ടിട്ടുണ്ട്? പറഞ്ഞു, എവിടെ കണ്ടിട്ടുണ്ട്? ആൽഗെ ടൈപ്പ് ചെയ്തോ. ആ, മതിലിൽ കണ്ടിട്ടുണ്ട്. ശരി. ആൽഗെ ആൻഡ് ഗ്രീൻ പ്ലാന്റ്സ് ആർ ദ സെയിം. വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. ആൽഗെ ഗ്രീൻ പ്ലാന്റ് ആണോ? ആൻസർ എന്താ? നിങ്ങളുടെ ആൻസർ എന്താ? ആൽഗെ ഗ്രീൻ പ്ലാന്റ് ആണോ? ഓഡിബിൾ അല്ലേ എല്ലാവർക്കും? ഓക്കെ. അല്ല, ആൽഗെ ഗ്രീൻ പ്ലാന്റ് അല്ല അരവിന്ദ്, അതല്ലേ ഞാൻ പറഞ്ഞത്. ആൽഗെ വേറെ, ഗ്രീൻ പ്ലാന്റ് വേറെ. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൽഗെ എന്ന് പറയുന്നത് ഡിഫറെന്റ് കിങ്ഡം ആണ്, വേറൊരു കിങ്ഡം ആണ്, ഐ മീൻ വേറൊരു ഫാമിലിയാണ്. ഓക്കെ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷനകത്ത് പ്ലാന്റ് പോലെ വരുന്ന ഒരാളാണ് ആൽഗെ എന്ന് പറയുന്നത്, അത്രേ ഉള്ളൂ. ആൽഗെയും പ്ലാന്റ് രണ്ടാണ്. നമ്മൾ ആൽഗെ ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് ആൽഗെ ഈസ് എൻ ഓട്ടോട്രോഫ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആൽഗെ ഈസ് ആൻ ഫോട്ടോ ഓട്ടോട്രോഫ്. എല്ലാവരും പറഞ്ഞ ട്രോഫിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞേ? ട്രോഫിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞേ? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ട്രോഫ് ഫുഡ് എന്നുള്ളതിനേക്കാളും കുറച്ചുകൂടി കോംപ്രിഹെൻസീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനർജി. ശരണ്യ, എനർജി, ന്യൂട്രീഷൻ, എനർജി എന്നുള്ളതാണ്. ശരി. ആൽഗെ ഈസ് എ ഫോട്ടോ ഓട്ടോട്രോഫ് വിച്ച് ക്യാൻ എക്സിസ്റ്റ് independently or in a symbiotic relationship. അപ്പോൾ കുറേ ടേം ഞാൻ എഴുതി. ആൽഗെ ഈസ് എ ഫോട്ടോ ഓട്ടോട്രോഫ് വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡൻ്റ്ലി or in a symbiotic relationship. They can be micro as well as macro structures. ഇത് എഴുതിയെടുത്തോ എന്ന് ഞാൻ പറയാം. They can be of micro as well as macro structures. ഇനി ഇതിനകത്ത് കുറച്ച് ടേമുകൾ നമുക്ക് പഠിക്കണം. ഞാൻ എഴുതിയേക്കുന്നതിൽ കുറച്ച് ടേമുകൾ പഠിക്കണം. ആൽഗെ ഈസ് എ ഫോട്ടോ ഓട്ടോട്രോഫ്, ആ ടേം നിങ്ങൾക്ക് പ്രശ്നമില്ല, ഞാൻ പറയേണ്ട കാര്യമില്ല, എന്താണ് അതിന്റെ മീനിങ് എന്നുള്ളത് കിട്ടി. വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി. ഇൻഡിപെൻഡന്റ്ലി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആരുടെയും ഹെൽപ്പ് കൊണ്ടും കൂടാണ്ട് സ്വന്തമായിട്ട് ജീവിക്കുക. അതാണ് നിങ്ങൾ ഈ മതിലൊക്കെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ നോക്ക്, നിങ്ങൾ ഇതുപോലെ വാട്ടർ ബോഡിയിൽ കണ്ടിട്ടില്ലേ ഈ ആൽഗൽ ഗ്രോത്ത് ഇങ്ങനെ വളർന്നു കിടക്കുന്ന ഈ കാണുന്നത്? കണ്ടിട്ടില്ലേ? ഓക്കെ, അപ്പോൾ വിച്ച് ക്യാൻ എക്സിസ്റ്റ് ഇൻഡിപെൻഡന്റ്ലി ഓർ ഇൻ എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. അണ്ടർലൈൻ ദ ടേം സിംബയോട്ടിക് റിലേഷൻഷിപ്പ്.
സിംബയോട്ടിക് റിലേഷൻഷിപ്പ് നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. സിംബയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് കോ എക്സിസ്റ്റിംഗ് എന്നുള്ളത് തൽക്കാലം പഠിച്ചാൽ മതി. കോ എക്സിസ്റ്റിംഗ് എന്നുള്ളത് പഠിച്ചാൽ മതി. തൽക്കാലത്തേക്ക് കോ എക്സിസ്റ്റിംഗ് എന്നുള്ളത് പഠിച്ചാൽ മതി. അങ്ങോട്ടേക്ക് വരാം നമുക്ക്. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആദ്യം ഡെഫിനിഷൻ ഒന്ന് മനസ്സിലാക്കുക. ആരുമായിട്ടെങ്കിലും കോ എക്സിസ്റ്റ് ചെയ്യും. ദേ ക്യാൻ ബി യുവർ മൈക്രോ ആസ് വെൽ ആസ് മാക്രോ സ്ട്രക്ചർ, സ്മോളും ലാർജും. നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നത്, ഇപ്പൊ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഇമേജ് മൈക്രോ ആൽഗയാണോ മാക്രോ ആൽഗയാണോ? കണ്ടിട്ട് പറയും. ഇത് കാണുമ്പോൾ തന്നെ പറയാനായിട്ട് കഴിയും. മൈക്രോ ആൽഗയാണോ മാക്രോ ആൽഗയാണോ? മാക്രോ ആണ്. തെരിയായിട്ട് കിടക്കുന്നത് അല്ല. ഇത് മൈക്രോ ആൽഗയായി കാണുന്നത്, ചെറിയ സ്ട്രക്ചറായി കാണുന്നത്. ഓക്കെ, ഈ കാണുന്നത് വളരെ ചെറിയ സ്ട്രക്ചറാണ്. മാക്രോ ആൽഗ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുന്നുള്ളത്. ഇത് കണ്ടോ, വലിയ വലിയ ട്രീ പോലെ ഇരിക്കും. ഓക്കെ, അത് ചെറിയൊരു സ്ട്രക്ചറിന്റെ കൊളാബറേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ദിസ് ഈസ് വാട്ട്, നിങ്ങൾ ഈ കാണുന്നതാണ് മാക്രോ ആൽഗ. ഓക്കെ, അപ്പോൾ മാക്രോ ആൽഗയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ഈ കാണുന്നത് കെൽപ്പ് ഫോറസ്റ്റ്. കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കെൽപ്പ് ഫോറസ്റ്റ് എന്നുള്ളത്? അപ്പൊ കെൽപ്പ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മാക്രോ ആൽഗ. ഇതെല്ലാം NCERT ബേസ് ചെയ്തിട്ടാണ്, പല രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. നമുക്ക് അതെല്ലാം പറയാം. തൽക്കാലത്തേക്ക് എഴുതി വെച്ചേക്കാം. കെൽപ്പ് എന്താണെന്ന് എഴുതി വെച്ചേക്കാം. നമുക്ക് ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ബെന്തിക് സോണിൽ വരുന്നതാണോ? നമുക്ക് അങ്ങോട്ടേക്ക് വരാം. കെൽപ്പ് എത്തുമ്പോഴത്തേക്ക് വരാം. ബെന്തിക് ഒന്നുമല്ല, നമുക്ക് വരാം. നമുക്ക് ഡെഫിനിഷനിലേക്ക് പോവാം. ഡെഫിനിഷനിൽ നിന്ന് ഒന്നുകൂടി എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് കാര്യങ്ങളൊക്കെ പഠിച്ചു പോവാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുതുതായിട്ട് നിങ്ങൾ ഒരു ടേം ആണ് പഠിച്ചത്. ആൽഗെ ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് പറഞ്ഞു. അതെ, ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ആൽഗെ ഇവിടെ കണ്ടല്ലോ. ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന ആൽഗെ എക്സാമ്പിൾ പറയാം നമുക്ക്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വരും, ആൽഗയ്ക്ക് എക്സാമ്പിൾ ഒക്കെ വരും. സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് ജസ്റ്റ് പഠിക്കാം നമുക്ക്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്നു ആൽഗെ ക്യാൻ എക്സിസ്റ്റ് ഇൻ എ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു തരും, എക്കോസിസ്റ്റത്തിലെ അല്ലെങ്കിൽ ഒരു ഹാബിറ്റാറ്റിലെ കമ്പോണൻസിനെ നമ്മൾ എങ്ങനെയാ തിരിച്ചത്? ജനറലി തിരിച്ചത് എങ്ങനെയാ തിരിച്ചത്? എക്കോസിസ്റ്റത്തിലെ കമ്പോണൻസിന് ബയോട്ടിക് എന്നും അബയോട്ടിക് എന്നും. ഈ ബയോട്ടിക്കിലാണ് പ്ലാന്റ്സും അനിമൽസും ഒക്കെ വരുന്നത്. ഇതില് നമുക്ക് ഈ എബയോട്ടിക്കിന് തൽക്കാലത്തേക്ക് അങ്ങ് മറന്നു കളയാം. പകരം ബയോട്ടിക് കമ്പോണൻസിന്റെ ഇന്ററാക്ഷൻസ്, ബയോട്ടിക് ഇന്ററാക്ഷൻസ്, ബയോട്ടിക് കമ്പോണൻസ് പരസ്പരം ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് ഇക്കോസിസ്റ്റം ഇന്ററാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇക്കോസിസ്റ്റം ഇന്ററാക്ഷൻസ് എന്ന് നമ്മൾ ജനറലി വിളിക്കും. ഒന്നുകൂടി എക്കോസിസ്റ്റം ഇന്ററാക്ഷൻസ് എന്താണെന്നുള്ളത് ശ്രദ്ധിച്ച് കേട്ടോ. ബയോട്ടിക് ഇന്ററാക്ഷനെയാണ് ഇക്കോസിസ്റ്റം ഇന്ററാക്ഷൻ എന്ന് വിളിക്കുന്നത്. ബയോട്ടിക് കമ്പോണൻസ്, അനിമലും പ്ലാന്റും അനിമലും, എന്തുവേണോ ആകാം. പ്ലാന്റും അനിമലും പ്ലാന്റും ആൽഗയും എന്തുവേണോ ആകാം. ബയോട്ടിക് ആയിട്ടുള്ള കമ്പോണൻസ് ഇന്ററാക്ട് ചെയ്യുന്ന ആ ഒരു ജനറൽ ഇന്ററാക്ഷനെയാണ് ഇക്കോസിസ്റ്റം ഇന്ററാക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ പല ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം ഇന്ററാക്ഷൻസ് ഉണ്ട്. ഓരോന്നായിട്ട് നമ്മൾ പഠിക്കും. ഡിഫറെന്റ് ഇന്ററാക്ഷൻസ് പഠിക്കും. ജനറലി ഈ എക്കോസിസ്റ്റം ഇന്ററാക്ഷൻസിനകത്ത് വരുന്ന നമ്മൾ പല ഈ എക്കോളജിയിൽ വളരെ കുറെ തിയറി ഉണ്ട് കേട്ടോ. ഈ രണ്ട് തിയറി ജസ്റ്റ് അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞു തരാം. പലപ്പോഴും നമ്മൾ ആദ്യം കൺവെൻഷനലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം പറഞ്ഞാൽ, തിയറിക്കുള്ളിൽ ഈ എക്കോസിസ്റ്റം ഇന്ററാക്ഷനുള്ളിൽ ഒരു ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പല ടേംസുകളാണ് മ്യൂച്വലിസം, then പാരസൈറ്റിസം, കോമ്പറ്റീഷൻ. അവിടെ നിൽക്കട്ടെ, തൽക്കാലം അറിയാൻ വേണ്ടി മാത്രം. കോമ്പറ്റീഷൻ എക്സെട്ര. ഇങ്ങനെയാണ് നമ്മൾ എക്കോസിസ്റ്റം ഇന്ററാക്ഷൻസിനെ ജനറലി പറയുന്നത്. കമൻസാലിസ് അങ്ങനെ കുറെ ഉണ്ട്. ഓക്കെ, ഇതല്ലാണ്ട് വേറൊരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എക്കോസിസ്റ്റം ഇന്ററാക്ഷനെ ജനറലി സാധാരണ രീതിയിൽ ഈ മ്യൂച്വലിസത്തിന് തന്നെയാണ് സിംബയോട്ടിക് എന്ന് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത്.
ഇല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ കേട്ടിട്ടുള്ളത്? മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോട്ടിക് എന്നുള്ളത് ജനറലി അങ്ങനെയല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എൻ സി ആർ ടിയും റെഫർ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. മ്യൂച്വലിസം സിംബയോട്ടിക് റിലേഷൻഷിപ്പിനെ മ്യൂച്വലിസം ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതല്ലാണ്ട് വേറൊരു എക്കോളജി തിയറി ഉണ്ട്. എക്കോളജി തിയറിക്കുള്ളിൽ ഈ സിംബയോട്ടിക് റിലേഷൻഷിപ്പ്, സിംബയോട്ടിക് എന്ന വേർഡിന്റെ മീനിങ് എന്തായിരിക്കും? രണ്ട് പേര് ഇന്ററാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് സിംബയോട്ടിക് എന്ന വേർഡിന്റെ മീനിങ്. സിംബയോട്ടിക്. ഈ സിംബയോട്ടിക്കിനെ തന്നെയാണ് മ്യൂച്വലിസം, പാരസൈറ്റിസം, നിങ്ങൾ ഈ പറയുന്ന കമൻസാലിസം, അമൻസാലിസം ഇങ്ങനെ പലതാക്കി തിരിച്ചിരിക്കുന്നത് വേറൊരു ലിറ്ററേച്ചറിൽ. സിംബയോട്ടിക് എന്ന് അവിടെ എടുത്തേക്കുന്നത് എക്കോസിസ്റ്റം ഇന്ററാക്ഷന്റെ വേറൊരു ടേം ആയിട്ടാണ് സിംബയോട്ടിക് എന്ന് പറഞ്ഞ ടേം എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് യൂഷ്വലി അങ്ങനെ ഫോളോ ചെയ്യാറില്ല. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമേ ഞാൻ പറഞ്ഞെന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ട് ലിറ്ററേച്ചർ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കാം. നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് സെക്കൻഡ് പറഞ്ഞ കാര്യങ്ങളാണ്. മ്യൂച്വലിസത്തിന് നമ്മൾ യൂഷ്വലി സിംബയോട്ടിക് എന്ന രീതിയിലാണ് പറയുന്നത്. ഓക്കെ, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലൊക്കെ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ വിക്കിപീഡിയ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് സിംബയോട്ടിസത്തിനുള്ളിലാണ് മ്യൂച്വലിസം, പാരസൈറ്റിസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് വിക്കിപീഡിയനകത്ത് എഴുതിയിട്ടുണ്ട്. എടാ വർഷേ, പക്ഷെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമ്മൾ ഈ സിംബയോട്ടിസം എന്ന് പറയുമ്പോൾ രണ്ട് സ്പീഷീസും ബെനിഫിഷ്യൽ എന്നല്ലേ എന്നുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ലിറ്ററേച്ചറിനകത്ത്, എക്കോളജി ലിറ്ററേച്ചറിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഡിഫറെന്റ് തിയറി ഓഫ് സ്റ്റഡീസ് ഉണ്ട്. സിംബയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ രണ്ട് പേരുണ്ടെന്നുള്ള മീനിങ് മാത്രമേ എടുക്കുന്നു എന്ന ടൈപ്പിൽ എടുക്കുന്ന ഈ ലിറ്ററേച്ചറും ഉണ്ട്. അതിനുള്ളിലെ പോസിറ്റീവ് സിംബയോട്ടിസം ആണ് മ്യൂച്വലിസം, പോസിറ്റീവ് നെഗറ്റീവ് സിംബയോട്ടിസം ആണ് പാരസൈറ്റിസം. അങ്ങനെ എടുക്കുന്ന ലിറ്ററേച്ചർ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് ഈ ഒരു ഭാഗത്തിന് മാത്രം ഫോക്കസ് കൊടുത്താൽ. ഞാനിത് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതൊരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രീവിയസ് UPSC ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴാണ് ഈ ഒരു തിയറിയുടെ ആവശ്യം വരുന്നത്. അത് ഒരു പ്രീവിയസ് ഒരു ക്വസ്റ്റിനകത്ത് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്കത് പറയാം എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് നോർത്ത് വെച്ചേക്കണേ, മനസ്സിൽ നോർത്ത് വെച്ചേക്കാം. ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ആവശ്യമായിട്ട് വരും. അപ്പൊ എന്തായാലും ഇങ്ങോട്ട് പോട്ടെ. നമുക്കൊരു തൽക്കാലത്തേക്ക് ജനറൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ എടുത്തു കഴിഞ്ഞാൽ ബയോട്ടിക് ഇന്ററാക്ഷനകത്ത് വരുന്ന മ്യൂച്വലിസം അല്ലെങ്കിൽ സിംബയോട്ടിസ് അല്ലെങ്കിൽ സിംബയോട്ടിക് റിലേഷൻ ഇങ്ങനെയും ആർക്ക് എക്സിസ്റ്റ് ചെയ്യാം? ആൽഗയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ ആൽഗയ്ക്ക് ഫ്രീ ലീവിംഗ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. അതല്ലാണ്ട് ആൽഗയ്ക്ക് സിംബയോട്ടിക് റിലേഷൻഷിപ്പിലും എക്സിസ്റ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. മനസ്സിലായോ? സിംബയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് ഓർഗാനിസത്തിനും, അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന രണ്ട് ഓർഗാനിസത്തിനും ഒരു പോസിറ്റീവ് ബെനിഫിറ്റ്സ് കിട്ടണം. ആ ഒരു രീതിയിലാണ് ഈ മ്യൂച്വലിസം സിംബയോട്ടിക് വരുന്നത്. നമുക്ക് വേണ്ടത് ഇതിന്റെ എക്സാമ്പിൾസ് ആണ്. നിങ്ങൾ തന്നെ പറഞ്ഞു തരും ഇതിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാന്നുള്ളത്. സിംബയോട്ടിക്കലി ജീവിക്കുന്ന ആൽഗയ്ക്ക് എക്സാമ്പിൾ പറയാവോ? എവിടെയെങ്കിലുമൊക്കെ, എന്തെങ്കിലുമൊക്കെ. കുറെ പേര് എക്സാമ്പിൾ പറയുന്നുണ്ട്. ഓക്കെ, കുറെ എക്സാമ്പിൾസ് വന്നു. ചില ആൾക്കാർ കോറൽ റീഫ് പറഞ്ഞു. ഓക്കെ, കുറച്ച് പേര് ലൈക്കൺസ് പറഞ്ഞു. മൈക്കോറൈസ അല്ല, മൈക്കോറൈസയ്ക്കകത്ത് ചെറിയൊരു പ്രശ്നമുണ്ട്. നമ്മൾ ആൽഗയുടെ കേസ് മാത്രമേ പറയുന്നുള്ളൂ. സിംബയോട്ടിക് ആയിട്ട് ആൽഗയെ കാണുന്ന രണ്ട് എക്സാമ്പിൾ. ഗുഡ്, നിങ്ങൾ രണ്ട് എക്സാമ്പിൾ പറഞ്ഞു, കോറൽ റീഫ്സും ലൈക്കൻസും. എക്സാമ്പിൾ എഴുതിയെടുത്തോ. പറഞ്ഞ ആൾക്കാർ, അറിയാത്ത ആൾക്കാർ ജസ്റ്റ് എഴുതിയെടുത്ത് വെച്ചിരുന്നാൽ മതി. കോറൽ റീഫ്സും ലൈക്കൻസും. എന്താണ് അവിടുത്തെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്നുള്ളത് നമുക്ക് പിന്നീട് പറയാം, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പറയാം. ഈ കോറൽ റീഫും ആ ലൈക്കണും ഒക്കെ വീണ്ടും വീണ്ടും വരും. പക്ഷെ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത്. സിംബയോട്ടിക് ആയിട്ടുള്ള ആൽഗയ്ക്ക് ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുകയാണ്. ഗ്രീൻ ആൽഗെ ആൻഡ് സ്ലോത്ത് ബിയർ. ഒരു രസത്തിന് വേണ്ടിയിട്ട് NCERT ബേസിൽ ഡിസ്കഷൻ ആയതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ആ ഒരു ഓർഡറിൽ പോകുന്നതാണ്. ഇതിനകത്ത് എവിടെയാണ് ആൽഗെ ഇരിക്കുന്നത്? ഇതിനകത്ത് എവിടെയാണ് ആൽഗെ ഇരിക്കുന്നത്? ഫറില്. ഓക്കെ, അതിന്റെ ഹെയറില്. ഓക്കെ ഓക്കെ. സ്ലോത്ത് ബിയറിന്റെ ദേഹം മുഴുവൻ ആൽഗയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്ന അതിന്റെ സ്കിന്നില്. ഓക്കെ, ഇനി എന്റെ ചോദ്യം, നിങ്ങൾ എന്നൊന്ന് പറഞ്ഞു നോക്ക്. ആദ്യം ഞാൻ പറഞ്ഞു ഇതൊരു സിംബയോട്ടിക് അസോസിയേഷൻഷിപ്പ് ആണെന്ന് പറഞ്ഞു. ആൽഗയ്ക്കും പോസിറ്റീവ് ആണ്, സ്ലോത്ത് ബിയറിനും പോസിറ്റീവ് ആണ്. എന്റെ ചോദ്യം, ആൽഗയ്ക്ക് ഇത് എങ്ങനെയാണ് ഈ സ്ലോത്ത് ബിയറിന്റെ സ്കിന്നിൽ കയറിയിരിക്കുന്നത് പോസിറ്റീവ് ആവുന്നത്? പറഞ്ഞോ. ഷെൽട്ടർ.
ഓക്കെ, ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞു, ആൽഗയ്ക്ക് ഇരിക്കാനായിട്ടൊരു ഷെൽട്ടർ വേണം, അത് കൊടുക്കുന്നുണ്ട്. ശരി, ഗുഡ് പോയിന്റ്. ആൽഗയ്ക്ക് ഇരിക്കാനായിട്ടൊരു ഷെൽട്ടർ കൊടുക്കുന്നുണ്ട്. ഇനി അതല്ലാണ്ട് എന്തെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞോ. ആൽഗയുടെ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഫാക്ടർ എന്താണ്? നിങ്ങൾ എവിടെയാണ് ഈ ആൽഗൽ ഗ്രോത്ത് കണ്ടിട്ടുള്ളത്? എന്താണ് ആൽഗൽ ഗ്രോത്തിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം? ഹ്യൂമിഡ് കണ്ടീഷൻ, മോയിസ്റ്റ് ഏരിയാസ്. ഇത് ഈ സ്ലോത്ത് ബെയറിന്റെ സ്വെറ്റ് അല്ലെങ്കിൽ ഈ ഫറിനിടയ്ക്ക് ഹ്യൂമിഡിറ്റി, മോയ്സ്ചർ കണ്ടന്റ് കൂടുതലാണ്. അപ്പൊ ആലയ്ക്ക് ഈസി ആയിട്ട് അവിടെ വളരാം. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, മോയ്സ്ചർ കണ്ടന്റ് ഉള്ളതുകൊണ്ട് ആലയ്ക്ക് ഈസി ആയിട്ട് വളരാം അവിടെ. അപ്പൊ ആൽഗയ്ക്ക് ഫേവറബിൾ കണ്ടീഷനാണ് സ്ലോത്ത് ബിയർ കൊടുക്കുന്നത്. അങ്ങനെ സ്ലോത്ത് ബിയർ ഒന്നും കാണാണ്ട് ആൽഗയ്ക്ക് ഇരിക്കാനായിട്ട് സ്ഥലം കൊടുക്കൂല. സ്ലോത്ത് ബിയറിന് എന്താണ് ഈ ആൽഗേനെ തന്റെ ദേഹത്ത് വളർത്തുന്നുണ്ടുള്ള യൂസ്? പറഞ്ഞോ. ആൽഗൽ കൃഷി നടത്തിയിട്ട് ഓക്സിജൻ എടുക്കാനാണോ? ആൽഗ നേരിട്ട് ഫോട്ടോസിന്തസിസ് നടത്തി ഓക്സിജൻ കൊടുക്കുമോ? പ്രൊട്ടക്ഷൻ ഫ്രം പ്രിഡേറ്റർ. എങ്ങനെ? സാന്റിയാഗോ കേമഫ്ലേജ്. ഓക്കെ, പ്രവീൺ ആൻസറിലേക്ക് എത്തി. സാന്റിയാഗോ ഓൾമോസ്റ്റ് ആൻസറിലേക്ക് എത്തി. ഈ സ്ലോത്ത് ബെയറിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വീഡിയോയിൽ? വളരെ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ആളാണോ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന ആളാണോ? സ്ലോത്ത് ബെയർ മൂവ്സ് ലൈക്ക് സ്ലോത്ത് ബെയർ. വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. വളരെ സ്ലോ എന്ന് വെച്ചാൽ വളരെ സ്ലോ. അതങ്ങനെ മരത്തിൽ കൂടെ പോകുന്നത് കാണണം. മരത്തിൽ താഴെ ഇറങ്ങത്തില്ല. പതുക്കെ നടന്ന് ഓരോ കൊമ്പിൽ നിന്ന് അടുത്ത കൊമ്പിലേക്ക് പോകുന്ന വീഡിയോ കാണണം. അങ്ങനെ കാണുമ്പോഴത്തേക്ക് പ്രിഡേറ്റേഴ്സിന് പിടിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരാളാണ് ഈ സ്ലോത്ത് ബിയർ എന്ന് പറയുന്നത്. അപ്പൊ സ്ലോത്ത് ബിയറിന് ആൽഗയെ കൊണ്ടുള്ള യൂസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, യുവമാര് ദേഹത്ത് വളരുന്നത് വഴി സ്ലോത്ത് ബിയറിന് ഒരു ക്യാമഫ്ലോജ് മിമിക് ചെയ്യാൻ പറ്റും. ഗ്രീൻ ലീവ്സുമായിട്ടും ട്രീസിന്റെ ഒക്കെ ഷെയ്ഡിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അധികം പെട്ടെന്ന് അറിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അതാണ് സ്ലോത്ത് ബിയറിനുള്ള ബെനിഫിറ്റ്സ്. ക്ലിയർ? ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇതൊക്കെ ജസ്റ്റ് ഒരു കഥ പോലെ ഇങ്ങനെ കേട്ട് പോയാൽ മതി. എൻ സി ആർ ടി ബേസ്ഡ് ഡിസ്കഷൻ ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ സി ആർ ടി വായിക്കാനായിട്ട്. എന്നിട്ട് ഇപ്പോഴേ പോയി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇല്ലാത്ത ഡെപ്തിലോട്ടൊക്കെ പോകും. തൽക്കാലം ഈ ഒരു ഡെപ്തിൽ മാത്രം ഇരുന്നാൽ മതി. ഇതാണ് ഒരു സിംബിയോട്ടിക് ആൽഗയ്ക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നത്. അതർ ട്രീ അനിമൽസിൽ ആൽഗ ഇരിക്കാറുണ്ടോ? കാണുമായിരിക്കും. എൻ സി ആർ ടിക്കകത്ത് കൊടുത്തേക്കുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആൽഗ ഗ്രോത്ത് ഒക്കെ ഉണ്ടാവാം. ഓക്കെ, ഇപ്പം ഈ ഈ ടർട്ടിലിന്റെ അല്ലെങ്കിൽ ടർട്ടോയ്സിന്റെ ഒക്കെ സ്കിന്ന് കണ്ടിട്ടില്ലേ? നമ്മൾ ഈ മൊളസ്ക്, ഈ കല്ലുമ്മക്കായ, അതിന്റെയൊക്കെ സ്കിൻ, അതിന്റെയൊക്കെ ഷെല്ലിനകത്ത് ആൽഗൽ ഗ്രോത്ത് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? അപ്പം അത് ഈ പറഞ്ഞ പോലെ കല്ലുമ്മക്കായൊക്കെ നമ്മൾ മേടിച്ച് കഴിക്കുമ്പോഴത്തേക്ക് നേരെ ചൊവ്വേ വൃത്തിയാക്കിയിട്ടല്ല കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഫുഡ് പോയ്സൺ അടിക്കുന്നതിന്റെ ഒരു റീസൺ അതാണ്. അതിന്റെ ഷെല്ലൊന്നും പ്രോപ്പർ ആയിട്ട് വൃത്തിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഈ ആൽഗ ആയിരിക്കും വയറ്റിൽ പോകുന്നത്. അതാണ് അത് കഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഫുഡ് പോയ്സൺ അടിക്കേണ്ട കാരണം അതാണ്. ഈ ഷെൽ ഫിഷ് ഐറ്റംസ് കഴിക്കുമ്പോൾ എല്ലാം ഇങ്ങനെ ഒരു പ്രശ്നം വരും. എല്ലാ ജീവികളിലും ആൽഗ കാണും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അതാണ് ഒരു സിംബിയോട്ടിക് ആൽഗയ്ക്ക് ഒരു എക്സാമ്പിൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫ്രീ ലിവിങ് ആൽഗെ. അപ്പോൾ ആ ഡെഫിനിഷൻ നോക്കി, ഈ ഡെഫിനിഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞായിരുന്നു. ആൽഗ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആകെ. ഇൻഡിപെൻഡന്റ് ആൽഗയ്ക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നില്ല. അങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് കുറെ കഴിയുമ്പോഴത്തേക്ക് വരും. സിംബിയോട്ടിക് റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് മനസ്സിലായോ? അതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കോമൺ ലിറ്ററേച്ചറിൽ നമ്മൾ സിംബിയോട്ടിക് എന്ന് പറയുമ്പോഴത്തേക്ക് സിംബിയോട്ടിസവും മ്യൂച്വലിസവും ഒന്നായിട്ട് തന്നെയാണ് എടുക്കുന്നത്. പക്ഷെ അതല്ലാണ്ട് ഡിഫറെന്റ് ആയിട്ട് എടുക്കുന്ന ലിറ്ററേച്ചർ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി വെച്ചേക്കുക. അത് ഇപ്പോഴൊന്നും യൂസ് വരില്ല, ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ആവശ്യം വരും. പിന്നെ ദേ ക്യാൻ ബി ഓഫ് മൈക്രോ സ്ട്രക്ചർ, ഈ കാണുന്നത് പോലെ, ആൻഡ് മാക്രോ. മാക്രോക്ക് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. ഈ കാണുന്നത് ഇപ്പൊ ഈ സ്ലോത്ത് ബിയറിന്റെ മുകളിൽ ഇരിക്കുന്നത് മൈക്രോ ആൽഗയാണോ മാക്രോ ആൽഗയാണോ? മൈക്രോ ആൽഗെ വളരെ ചെറുതാണ്, വളരെ ചെറുതാണ്. ശരണ്യം, മൈക്രോ ആൽഗെ. മാക്രോ ആണെങ്കിൽ ഇതുപോലെ ഇരിക്കും, വലിയ മരം പോലെ ഇരിക്കും. ഓക്കെ, അപ്പൊ മാക്രോ ആൽഗയ്ക്ക് ഒരു എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ കെൽപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ കെൽപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കെൽപ്പ് ഈസ് എ ബ്രൗൺ ആൽഗെ. ഈ ബ്രൗൺ ആൽഗെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് അതിനെ ബ്രൗൺ ആൽഗെ എന്ന് വിളിക്കുന്നത്? അതിന്റെ പ്രിഡോമിനന്റ് കളർ ബ്രൗൺ ആയതുകൊണ്ടാണ്. എന്ന് കരുതി അതിനകത്ത് ക്ലോറോഫിൽ ഇല്ലാതെ ഇരിക്കുമോ?
ക്ലോറോഫിൽ ഉണ്ട്, പക്ഷെ അതിന്റെ ഡോമിനന്റ് കളർ ബ്രൗൺ ആയതുകൊണ്ടാണ് യെല്ലോയിഷ് ബ്രൗൺ ആൽഗെ എന്നാണ് അതിനെ വിളിക്കുന്നത്. ഇപ്പൊ ചീര ചുവപ്പ് കളറാണെന്നുണ്ടെങ്കിലും ചീര പേപ്പർ എടുത്ത് ഉരച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രീൻ കളർ കിട്ടത്തില്ല അതിനകത്തുനിന്ന്. സ്പിനാച്ച് അതിനകത്ത് ക്ലോറോഫിൽ ഉണ്ട്, ഇതിനകത്തും ക്ലോറോഫിൽ ഉണ്ട്. ഇപ്പൊ കെൽപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ ഒരു യെല്ലോ ബ്രൗൺ ആൽഗയാണ്, മാക്രോ ബ്രൗൺ ആൽഗെ എന്ന് അതിനെ വിളിക്കുന്നത്. മാക്രോ ബ്രൗൺ ആൽഗെ which normally exist in temperate ocean bed. Which normally exist in temperate ocean bed. ടെമ്പറേറ്റ് ഓഷ്യൻ ബെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാവും എന്താന്നുള്ളത്. ഞാൻ അന്ന് വരച്ച് കാണിച്ചെന്ന് ഓർമ്മ ഉണ്ടായിരുന്നു. എടുത്തു കഴിഞ്ഞാൽ എർത്തിനെ 3 റീജിയനായിട്ട് നമുക്ക് തിരിക്കാം. 30 ഡിഗ്രി നോർത്തും 30 ഡിഗ്രി സൗത്തും. ഇതെന്താ വിളിക്കുന്നത്? ട്രോപ്പിക്. ഇത് ടെമ്പറേറ്റ് റീജിയൻ. ജനറലി ടെമ്പറേറ്റ് റീജിയനിലാണ്, അതായത് ട്രോപ്പിക് റീജിയൻ ഇല്ല എന്നുള്ളതല്ല. ഈ ടെമ്പറേറ്റ് ഓഷ്യൻ ബിയോണ്ട് 30 ഡിഗ്രി ഒരു 60 ഡിഗ്രി വരെ കാണുന്ന ഓഷ്യനിലാണ് ഈ കെൽപ്പിന്റെ പ്രസൻസ് കൂടുതലായിട്ടുള്ളത്. കെൽപ്പിന്റെ പ്രസൻസ് കൂടുതലായിട്ടുള്ളത്. എന്താണ് ഈ റീജിയനും സൺലൈറ്റും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ റിലേഷൻ എന്താണ്? ഈ ടെമ്പറേറ്റ് ഓഷ്യനും സൺലൈറ്റും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? ലെസ് ആണോ കൂടുതലാണോ ടെമ്പറേറ്റ് ഓഷ്യനിൽ? ലെസ് ആണ്. നോർമലി ടെമ്പറേറ്റ് ഓഷ്യനിൽ സൺലൈറ്റ് കുറവാണ്. സൺലൈറ്റ് കുറവായിട്ട് കൂടി അവിടെ നല്ല രീതിക്ക് വളരുന്ന ഒരു ഓർഗാനിസം ആണ് കെൽപ്പ്. അപ്പൊ കെൽപ്പിന്റെ അവിടുത്തെ റോൾ എന്തായിരിക്കും? കഴിഞ്ഞ ദിവസം പഠിച്ചൊരു ടേമായിട്ട് അസോസിയേറ്റ് നോക്കിയിട്ട് പറയും. കെൽപ്പിന് ടെമ്പറേറ്റ് ഓഷ്യനിലെ റോൾ എന്തായിരിക്കും? ടെമ്പറേറ്റ് ഓഷ്യനെ ഞാനൊരു എക്കോസിസ്റ്റമായിട്ട് എടുക്കുകയാണെ. ടെമ്പറേറ്റ് ഓഷ്യൻ എന്ന് പറയുന്ന ഒരു എക്കോസിസ്റ്റത്തെ ഞാൻ എടുക്കുകയാണ്. അപ്പൊ അവിടെ ജിനു പറഞ്ഞു, അവിടെ കാണുന്ന ഓട്ടോട്രോഫാണ്, ഓട്ടോട്രോഫാണ് കെൽപ്പ്. കുറച്ചുകൂടി കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം, ഒരു കൺസെപ്റ്റ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ടെമ്പറേറ്റ് ഓഷ്യനിലെ പ്രോഡക്റ്റിവിറ്റി, പ്രൊഡ്യൂസറുമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞൂടെ? പ്രോഡക്റ്റിവിറ്റി, ടെമ്പറേറ്റ് ഓഷ്യനിലെ പ്രോഡക്റ്റിവിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗാനിസം ആണ്, പ്രൈമറി പ്രൊഡ്യൂസറാണ് കെൽപ്പ്. പ്രൈമറി പ്രൊഡക്റ്റിവിറ്റി കൺട്രോൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഓർഗാനിസം ആണ് കെൽപ്പ്. കെൽപ്പ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ എക്കോസിസ്റ്റം അവിടെ സർവൈവ് ചെയ്യുമായിരുന്നോ? കെൽപ്പിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. മനസ്സിലായോ? കെൽപ്പ് എന്ന് പറയുന്ന ആൽഗെ ഉണ്ടാക്കുന്ന ഫുഡിനെ, ഈ ആൽഗെ ഫുഡ് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്ക് നിങ്ങൾ, ഇത്രയും വലിയൊരു ആൽഗയാണ്, വളരെ വലിയൊരു എക്കോസിസ്റ്റം ആണ്. ഈ ആൽഗെ ഫോട്ടോസിന്തസിസ് നടത്തുമ്പോഴത്തേക്ക് ആൽഗെ എന്തായിരിക്കും റിലീസ് ചെയ്യുന്നത് വാട്ടറിലേക്ക്? എന്ത് റിലീസ് ചെയ്യും? ഓക്സിജൻ. ഓക്സിജൻ റിലീസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ അവിടുത്തെ ബയോഡൈവേഴ്സിറ്റിക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ കെൽപ്പ് എന്ന് പറയുന്ന ഫോറസ്റ്റ് അങ്ങ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കെൽപ്പ് ഫോറസ്റ്റ് ഇല്ലാതായി പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? എക്കോസിസ്റ്റം എന്ത് ചെയ്തു പോകും? ഡീഗ്രേഡ് ചെയ്ത് പോകും. മനസ്സിലായോ? എക്കോസിസ്റ്റം ഡീഗ്രേഡ് ചെയ്ത് പോകും. അപ്പോൾ എന്റെ ചോദ്യം, ഈ കെൽപ്പ് എന്ന് പറയുന്നത് ത്രെഡ് ഫ്രീ ആണോ, അതെ കെൽപ്പിന് എന്തെങ്കിലുമൊക്കെ ത്രെട്ട് ഉണ്ടോ? മേജർ ത്രെട്ട് ഉണ്ടോ കെൽപ്പിന്? ഉണ്ട്. എന്താണ് കെൽപ്പ് ഫോറസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു മേജർ ത്രെട്ട് എന്നുള്ളത് അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് പറയണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മളിത് പഠിക്കും. ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ ഇട്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കെൽപ്പ് ഫോറസ്റ്റ് ഫേസ് ചെയ്യുന്ന മെയിൻ ത്രെട്ട് എന്താണ്? ഓൾറെഡി കിട്ടുന്ന ആൾക്കാർ കമന്റ് ചെയ്താൽ മതി, വീഡിയോയിൽ കമന്റ് ചെയ്താൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കയറുമ്പോഴത്തേക്ക് ആൻസർ പറഞ്ഞാൽ മതി. ഓക്കെ, ശരി, നിൽക്കട്ടെ. അപ്പൊ നമ്മൾ ആൽഗെ എന്താണെന്നുള്ളത് പഠിച്ചു, ആൽഗയുടെ പ്രൈമറി ഫംഗ്ഷൻ എന്താണെന്നുള്ളത് പഠിച്ചു, ആൽഗെ ഫോട്ടോട്രോപ്പിക് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, ആൽഗെ സിംഗിൾ എക്സിസ്റ്റിംഗ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ആൽഗെ സിംബയോട്ടിക്കലി എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൽഗെ ബ്ലൂ കളറിലുണ്ട്, ആൽഗെ ബ്രൗൺ കളറിലുണ്ട്, ആൽഗെ മൈക്രോസ്കോപ്പിക് ആണ്, ആൽഗെ മാക്രോസ്കോപ്പിക് ആണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അടുത്തൊരു ഇമേജ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടിട്ടുണ്ടോ അത് എവിടെയെങ്കിലും? കണ്ടിട്ടുണ്ടോ? എവിടെയാ കണ്ടിട്ടുള്ളത്? എവിടെയാ കണ്ടിട്ടുള്ളത്? പറഞ്ഞു. പായലാണോ? ആ, പോണ്ടിലും സ്ട്രീമിലും ഒക്കെ കണ്ടിട്ടുണ്ട്. ആ പായലിനെ നമ്മൾ ഇനി തൊട്ട് അരവിന്ദ് എന്ത് വിളിക്കും? സ്പൈറോ ഗൈറ എന്ന് വിളിക്കും. സ്പൈറോ ഗൈറ. സ്പൈറോ ഗൈറ ഈസ് എ ഫ്രീ ലിവിങ് ആൽഗെ. ഫ്രീ ലിവിങ് ഗ്രീൻ ആൽഗെ. ഗ്രീൻ ആൽഗെ, കളറിൽ തന്നെ അതിന്റെ പേരുണ്ടല്ലോ, ഫ്രീ ലിവിങ് ഗ്രീൻ ആൽഗെ. സ്പൈറോ ഗൈറ ഈസ് എ ഫ്രീ ലിവിങ് ഗ്രീൻ ആൽഗെ വിച്ച് ഈസ് നോർമലി ഫൗണ്ട് ഇൻ ഫ്രഷ് വാട്ടർ. ഓഷ്യനിൽ അധികം കാണാറില്ല. ബ്രാക്കിഷ് വാട്ടറിലും സലൈൻ വാട്ടറിലും കാണാറില്ല. ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം നിങ്ങൾ അതല്ലേ പറഞ്ഞു, പോണ്ടിലും സ്ട്രീമിലും ഒക്കെ കാണുന്നത് ഇല്ലേ? അപ്പോൾ സ്പൈറോ ഗെയറ. അപ്പോൾ സ്പൈറോ ഗെയറ എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഇതൊരു ആൽഗയാണ് എന്നൊരു തോന്നലുണ്ടായാൽ മതി, അല്ലാണ്ട് വേറെ ഒന്നും ഓർക്കണ്ട. സ്പൈറോ ഗെയറ ഒരു ബ്ലൂ ഗ്രീൻ ആൽഗയാണ് എന്നുള്ളത് മാത്രം. മൈക്രോയും മാക്രോയൊക്കെ വിട്ടേക്കാം, അതൊക്കെ വിട്ടേക്ക്, ഇനി വേണ്ട. ഞാൻ ആ കെൽപ്പ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ മൈക്രോ എന്നും മാക്രോ എന്നും ഒരു ഡെഫിനിഷൻ നേരത്തെ കൊണ്ടുവന്നത്. അല്ലാണ്ട് ചോദിക്കത്തൊന്നുമില്ല മൈക്രോ ആൽഗ ഏതാണ്, മാക്രോ ആൽഗ ഏതാണെന്ന് ചോദിക്കത്തൊന്നുമില്ല. കെൽപ്പ് അറിയാൻ വേണ്ടി മാത്രം മാക്രോ എന്ന ടേം പഠിച്ചാൽ മതി. ഇനി നിങ്ങൾ ആകെ അറിയേണ്ടത് സ്പൈറോ ഗൈറ എന്ന ടേം കേൾക്കുമ്പോഴത്തേക്ക് ഇതൊരു ഫ്രഷ് വാട്ടർ ബ്ലൂ ബ്ലൂ ആൽഗയാണ്, സോറി ഗ്രീൻ ആൽഗയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഫ്രഷ് വാട്ടറിൽ കാണുന്ന ആൽഗയെ പഠിച്ച സ്ഥിതിക്ക് ഓഷനിൽ കാണുന്ന വേറൊരു ആൽഗയെ പഠിക്കാം. ഇങ്ങനെ ഒരു സീയെ പറ്റി കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു സർഗാസോ സീ എന്നൊരു സീൻ എഴുതിയിട്ടുണ്ട്. യെസ്. എന്താണ് ആ സീയുടെ പ്രത്യേകത? സർഗാസോ എന്ന് പറയുന്ന സീയുടെ പ്രത്യേകത എന്താ? ജി കെ ക്യൂസിനൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. പ്ലാങ്ടൺ. പ്ലാങ്ടൺ ആണോ? സർഗാസം എന്ന പ്ലാന്റ് കാണുന്നു. ഓക്കെ, ഗ്രേറ്റ്. വീണ്ടും വർഷ സർഗാസം എന്ന പ്ലാന്റ് കാണുന്നു പറഞ്ഞ് ഇന്നത്തെ സെഷൻ കഴിയുമ്പോഴത്തേക്ക് വർഷം എന്ത് പറയും? സർഗാസം എന്ന ആൽഗെ കാണുന്നു എന്ന് പറയും. യെസ്, എക്സാക്ട്ലി. അക്ഷയ് ഒരു പോയിന്റ് പറഞ്ഞു, സി വിത്തിൻ എ സി എന്ന് പറഞ്ഞു. സി വിത്തിൻ എ സി. ഗുഡ്. എന്താണ് ഈ സർഗാസോ സീയുടെ ഒരു ട്രിവിയൽ ഇൻഫർമേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ എല്ലാ സീക്കും ബൗണ്ടറി എന്ന് പറയുന്നത് ലാൻഡാണ്, ലാൻഡ് ബൗണ്ടറി ആണ്. ഇപ്പോൾ ബേ ഓഫ് ബംഗാൾ എടുത്തു കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇന്ത്യ ഉണ്ട്, അല്ലെങ്കിൽ പസഫിക് ഓഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും കോണ്ടിനെന്റ്സ് ഉണ്ട്. ഓക്കെ, സീസ് അറേബ്യൻ സീ എന്ന് പറയുമ്പോഴത്തേക്ക് താഴെ ആഫ്രിക്ക, അല്ലെങ്കിൽ ഇന്ത്യ, മുകളിൽ വെസ്റ്റ് ഏഷ്യ, അങ്ങനെ പല പല ലാൻഡ് മാസ് ഉണ്ട്. പക്ഷേ ഈ സർഗാസോ സീയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, സീ വിത്തിൻ എ സീ, ആരോ പറഞ്ഞതുപോലെ, അക്ഷയ പറഞ്ഞതുപോലെ, ഓഷ്യൻ കറണ്ട് കൊണ്ട് ബൈൻഡ് ചെയ്തിരിക്കുന്ന ഒരു സീ ആണ് സർഗാസോ സീ. അതിന് ചുറ്റിനും ഓഷ്യൻ കറണ്ട്, അതിന് നടുക്ക് വേറൊരു സീ. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് ആണ്, കൂടുതൽ വായിച്ചു നോക്കാം. വൈ സർഗാസോ സീ ഈസ് നോൺ ആസ് എ സീ വിത്തിൻ എ സീ. ഓക്കെ. പക്ഷെ നമുക്ക് ഇപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സർഗാസോ സീക്ക് എന്തുകൊണ്ടാ പേര് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർഗാസം എന്ന് പറയുന്ന ബ്രൗൺ ആൽഗെ കൂടുതലായിട്ട് കാണുന്നത് കൊണ്ടാണ്, ബ്രൗൺ യെല്ലോയിഷ് ആൽഗെ കാണുന്നത് കൊണ്ടാണ് സർഗാസോ സീക്ക് ആ പേര് വന്നത്. ഓട്ടോട്രോഫി തന്നെയാണ് ഈ പറയുന്ന ആൽഗെ, എല്ലാം ഓട്ടോട്രോഫി തന്നെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. ഞാൻ എഴുതിയത് വന്നിട്ടില്ല, ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്. ഓക്കെ, എനിക്ക് തോന്നുന്നു നെറ്റ്വർക്ക് വീക്ക് ആകുമ്പോഴാണ് ഈ സ്ക്രീൻ ഷെയറിങ് ഓഫ് ആവുന്നത്. ഓക്കെ, ഒരു ഹോംവർക്ക് തരട്ടെ? ഇത്രയും നേരം ആൽഗിനെ പറ്റി പഠിച്ചു, അവസാനം തരാം. അവസാനം തരാം. ഓക്കെ, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, ആൽഗിന്റെ കുറച്ചുകൂടെ കഴിഞ്ഞതിന് ശേഷം തരാം.
ഓക്കെ. സർഗാസം വരെയുള്ള കാര്യങ്ങൾ ഓക്കെ അല്ലേ? ശരി. എന്നാ ഇപ്പൊ തന്നെ ഒരു ഹോംവർക്ക് തരാം. ഇപ്പൊ എഴുതിക്കോ. നിങ്ങൾ അടുത്ത പറഞ്ഞ സാധനം തന്നെയാണ് വരുന്നത്. പ്ലാന്റ് സെല്ലും ആൽഗൽ സെല്ലും തമ്മിലുള്ള കമ്പാരിസൺ. നാളെ വരുമ്പോഴത്തേക്ക്, അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഒന്ന് നടത്തിയിട്ട് വരണേ. പ്ലാന്റ് സെല്ലും ആൽഗൽ സെല്ലും തമ്മിലുള്ള കമ്പാരിസൺ. എന്തൊക്കെയാണ് വ്യത്യാസം എന്നുള്ളത്. ഓക്കെ, ശരി. മുന്നോട്ട് പോവാം. നമുക്ക് അടുത്തൊരു ആൽഗയെ പഠിക്കാം, അല്ലെങ്കിൽ അടുത്തൊരാളെ നമുക്ക് പഠിക്കാം. പ്ലാന്റ് സെൽ നമ്മൾ ഒരുപാട് പേര് കഴിഞ്ഞത് ആൽഗേന്റെ ഒരുപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്തു. ഇനി ലൈക്കണൊക്കെയാണ് കവർ ചെയ്യാനുള്ളത്. പക്ഷേ അത് വിട്ടേക്കാം. ലൈക്കൺ നമുക്ക് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. ഓക്കെ, ലൈക്കനോട് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കട്ടെ. ലൈക്കൺ കവർ ചെയ്യാം. ലൈക്കൺ കവർ ചെയ്തതിന് ശേഷം നമുക്ക് മോസിലേക്ക് വരാം. ഓക്കെ, ഒരു ആൽഗയും കൂടെ പഠിച്ചിട്ട് നമുക്ക് നിർത്താം. സെക്കൻഡ്, സ്ക്രീൻ മൂവ് ചെയ്യുന്നില്ലല്ലോ. മൂവ് ചെയ്യുന്നില്ലല്ലോ. ഒരു സെക്കൻഡ്, ചെറിയ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഓക്കെ, ശരി. ഒരാളുടെ പഠിച്ചതിന് ശേഷം നടത്താം. ലൈക്കൺ. ഈ ലൈക്കൺ എന്ന് പറയുമ്പോൾ ആൽഗയുടെ അടുത്തൊരു എക്സാമ്പിൾ ആണ്. ഇയാളെ കൂടെ പഠിച്ചാൽ മതി. ആൽഗയിലെ സിംബയോട്ടിക് ആൽഗൽ എക്സിസ്റ്റൻസിന്, സിംബയോട്ടിക് അല്ലെങ്കിൽ മ്യൂച്വലിസ്റ്റിക് ആൽഗൽ എക്സിസ്റ്റൻസിന് മറ്റൊരു എക്സാമ്പിൾ ആണ് ലൈക്കൺ അല്ലെങ്കിൽ ലിച്ചൻസ് എന്ന് പറയും. ഇവിടെ ആരൊക്കെ തമ്മിലാണ് മ്യൂച്വലിസം, അല്ലെങ്കിൽ ആരൊക്കെ തമ്മിലാണ് കോഎക്സിസ്റ്റ് ചെയ്യുന്നത്? ആൽഗയും, ഒരാൾ എന്തായാലും ആൽഗയായിരിക്കും. മറ്റൊരാൾ ആരാ? ഫംഗസ്. ആൽഗയും ഫംഗസും തമ്മിലുള്ള കോഎക്സിസ്റ്റൻസിനെയാണ് നമ്മൾ ലൈക്കൻസ് എന്ന് വിളിക്കുന്നത്. എവിടെയാണ് നിങ്ങൾ ലൈക്കൻസ് കണ്ടിട്ടുള്ളത്? യൂഷ്വലി എവിടെയൊക്കെയാണ് കണ്ടിട്ടുള്ളത്? ട്രീസിൽ കണ്ടിട്ടുണ്ട്. മോയ്സ് സർഫസിലൊക്കെ കണ്ടിട്ടില്ലേ? റോക്സിലും ചുവരിലൊക്കെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? നനഞ്ഞ ചുവരിലും നനഞ്ഞ പാറക്കല്ലിലൊക്കെ കാണാൻ പറ്റും. ഓക്കെ, ഇതിനകത്ത് രണ്ടുപേരുടെയും ബെനിഫിറ്റ്സ് എന്താന്ന് പറഞ്ഞേ. ബെനിഫിറ്റ്സ് ഓൾറെഡി ഞാൻ പെട്ടെന്ന് പറയാം. ഏകദേശം സമയം കഴിയാറായിട്ട് ഞാൻ പെട്ടെന്ന് പറയാം. ആൽഗയാണ് ഇവിടുത്തെ ഓട്ടോട്രോഫ്, അല്ലെങ്കിൽ ഓട്ടോട്രോഫ് സിംപ്ലി. ഫംഗസ് ആണ് ഇവിടുത്തെ ഹെട്രോട്രോഫ്. രണ്ടുപേർക്കും കിട്ടുന്ന ബെനിഫിറ്റ് എന്തായിരിക്കും ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫംഗസിന്റെ പടം ലൈക്കൻസിന്റെ പടം വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞുതരാം. ഫംഗസിന് വേണ്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആൽഗയുടെ ജോലി. ആൽഗയ്ക്ക് വേണ്ട ഷെൽട്ടർ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ജോലി? ഫംഗസിന്റെ ജോലി. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ അല്ലേ? കാരണം ഫംഗസ് എന്ന് പറയുന്നത് ഇസ് എ ഹെട്രോട്രോഫ്. അവർക്ക് വേണ്ട ഫുഡ് കൊടുക്കുക എന്നുള്ളതാണ് ആൽഗയുടെ ജോലി. ആൽഗയ്ക്ക് വേണ്ട ഷെൽട്ടർ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫംഗസിന്റെ ജോലി. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പടം ദേ ഇവിടെ ഉണ്ട്. ഫംഗസിന്റെ ലൈക്കൻസിന്റെ പടം ഇവിടെ ഉണ്ട്. ഇതൊക്കെ ലൈക്കണാണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫിഗർ ഞാൻ കാണിച്ചു തരാം, അടുത്ത ദിവസം കാണിച്ചു തരാം. തൽക്കാലത്തേക്ക് അവിടെ നിൽക്കട്ടെ. ഇതാണ് ലൈക്കൻസ് എന്ന് വിളിക്കുന്നത്. ഇതോടുകൂടി ആൽഗിനെ പറ്റിയുള്ള ഒരുപ്പെട്ട ഐഡിയ ക്ലിയർ ആണല്ലോ എന്താന്നുള്ളത്. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത്രയും മതി. ഇപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലൈക്കൻസിനെ പറ്റി പഠിച്ചു. ലൈക്കൻസിനെ പറ്റി ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അടുത്ത ദിവസം ഞാൻ മോസ് ഒക്കെ പറയാൻ പറ്റി. മോസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. മോസും ഈ മോസിനൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. മോസ്, ലിവർ വേർട്ട്, ഇവരെയൊക്കെ നിങ്ങൾ പല സ്ഥലത്തായിട്ട് കണ്ടിട്ടുണ്ടാവും. കൂടുതലും കാണുന്നത് എവിടെയാണ്? ഈ ലിവർ വേർട്ട്, മോട്ട കൂടുതലും കാണുന്നത് എവിടെയാണ്? എവിടെയാണ് കാണുന്നത്? ഈ ഡാംഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹ്യൂമിഡും മോശമുള്ള കണ്ടീഷൻസിലല്ലേ കൂടുതലും കാണുന്നത്. നനഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അല്ലേ കാണുന്നത്, അല്ലേ?
ശരി. അപ്പോൾ എന്തുകൊണ്ടാണ് അവര് കാണുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പേര് വിളിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ദിവസം പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ഈ ഒരു സമയത്തിനുള്ളിൽ പഠിച്ചത്. അപ്പൊ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ +2 ബയോളജി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തുടക്കത്തിൽ ഇതിങ്ങനെ പല സ്ഥലത്തായിട്ട് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് കിടക്കും. അപ്പൊ ഞാൻ അതിനൊരു പ്രത്യേക രീതിയിൽ ഓർഡർ ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഈ ഓർഡർ ചെയ്ത് വെച്ചേക്കുന്ന ഡിസ്കഷൻ കേട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബേസിക് എക്കോളജി കുറെ കവർ ചെയ്തങ്ങ് പോകും. ഓക്കെ, തൽക്കാലത്തേക്ക് ഇത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, ലേറ്റ് ആയല്ലോ. ശരി എന്നാ. അപ്പൊ നാളെ ഹിസ്റ്ററി ആയിരിക്കും, തൊട്ടടുത്ത ദിവസം എൻവയോൺമെന്റ് ആയിരിക്കും. ആ രീതിയിൽ ഓൾട്ടർനേഷൻ ആയിരിക്കും. നോക്കാം നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം കാണാം. ബൈ. ശരി.